ഹായ്, നമ്മളിന്ന് ബെർത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ലോഫ്റ്റ് ഏരിയ ചെയ്യാറുണ്ട് കിച്ചണിൽ. അപ്പൊ നമുക്ക് ബെർത്ത് വേണോ വേണ്ടയോ, അത് എല്ലാവരുടെ ഒരു കൺഫ്യൂഷനാണ്, ബെർത്ത് വാർക്കണോ വേണ്ടെന്ന് വെച്ചിട്ട്. ബെർത്ത് വാർക്കാതിരിക്കലാണ് നല്ലത്. കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ നമ്മൾ ബെർത്ത് ചെയ്തിട്ടുണ്ടോ, അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റും അവിടുത്തെ ഹൈറ്റും കൂടെ 1.5 ഇഞ്ച് സ്ലോപ്പിലാണ് കിടക്കുന്നത്. അളവ് വ്യത്യാസമുണ്ട്. അപ്പൊ ഒന്ന് അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ എൽ ഷേപ്പാണ് ഇവര് വാർത്ത് വെച്ചേക്കുന്നത്. നമ്മൾ കിച്ചൺ ചെയ്തേക്കുന്ന ഈ ഡയറക്ഷനാണ്, ഇങ്ങനെ ഒരു എൽ ഷേപ്പ്. ശരിക്കും ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു പോർഷൻ ഈ സൈഡിലായിരുന്നു നല്ലത്. ലുക്ക് വൈസ് നോക്കുമ്പോൾ ഈ സൈഡ് വരുന്നതാണ് നല്ലത്. നമുക്ക് ഹോളിൽ നിന്നുള്ള രണ്ട് വ്യൂ നോക്കുമ്പോൾ അവിടെ ആയിരുന്നു വർക്ക് നല്ലത്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിന്റെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബെർത്ത് വാർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ലോഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ വരുന്ന യൂണിറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഒരു യൂണിറ്റ് ഉണ്ട്, ഇവിടെ ഒരു യൂണിറ്റ് വരുന്നത്, ഇവിടെയൊക്കെ വർക്ക് വരുന്നത്. അപ്പൊ ഇതിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് മേലിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇതിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ലോഡ് ഇത് ബെയർ ചെയ്യും, പ്രശ്നമില്ല. അപ്പൊ ഇനി വേറൊരു മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഈ ഭിത്തി പാനലിങ്ങായിട്ട് വരും, പിന്നെ എക്സ്ട്രാ ചെലവുകളാണ് കയറി വരുന്നത്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ സാധനം ചെയ്യാതിരിക്കലാണ് നല്ലത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം, ഇത് തുറന്നു നടക്കുന്ന ഒരു പ്രശ്നം വരും. ഇതൊന്നും ചെയ്യാൻ ഇപ്പം ബജറ്റ് ഇല്ലെങ്കിലും ചെയ്യാൻ നിർബന്ധിതരാകും. അപ്പോൾ മാക്സിമം നല്ലതെന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ പ്ലെയിൻ ആക്കി ഇടുക. നമ്മൾ ബോട്ടം അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്, പ്ലെയിൻ റൂമാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പൊ എന്തായാലും ഇത് ബാക്കി വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ഫ്രെയിം വർക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇത് വാട്ടർ ലെവലൊക്കെ ചെയ്ത് കറക്റ്റ് ചെയ്താണ്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇതുമായിട്ട് ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷെ നേരെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ വരുമ്പോൾ ഇത്രയും താഴ്ന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഈ സ്ലാബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്, ലെവലിൻ്റെ പ്രശ്നങ്ങൾ. പിന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു പാനലിംഗ് ഒക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടാണ് ബോട്ടം യൂണിറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഫിനിഷ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആ ബോട്ടം ഏരിയ പാനലിങ് കൊടുത്തിട്ട് അതിൽ ടോപ്പിൽ ഡോറുകളൊക്കെ ഓപ്പൺ ഡോറുകളായിട്ട് കൊടുത്ത് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു സ്ലാബ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.